അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ ദൗർഭാഗ്യകരമാണ്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്നതാണ്. ആരാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? കറുത്തിരുണ്ട തമോയുഗമായ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് അറേബ്യൻ ജനതയെ ലോകത്തിന്റെ വെളിച്ചത്തിലേക്ക് ജ്യോതിസായി വന്ന് പ്രഭ പരത്തി കൈപിടിച്ച് ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന നേതാവ്, അനീതിക്കെതിരെ പടവാളായി നീതിയുടെ ശബ്ദമായി നിന്ന നേതാവ്. ആരാണ് പ്രവാചകനെ പഠിച്ചത്? ലോകത്തിലെ ഉന്നതന്മാരായ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ എഴുത്തുകാരും ചരിത്രകാരന്മാരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ലോകത്തിന്നേ വരെ തുല്യതയില്ലാത്ത നേതൃത്വം കൊണ്ട് ജനമനസ്സുകളിൽ ജീവിക്കുന്ന മറ്റൊരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയില്ല. തൊഴിലാളി ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്നു കഴിഞ്ഞാൽ അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവന് കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ തുല്യതയില്ലാത്ത നേതാവ്. അതുപോലെ സ്വന്തം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിന്റെ വയറ് നിറയ്ക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച നേതാവ്, കാരുണ്യത്തിന്റെ നേതാവ്, അനാഥ കുഞ്ഞിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് എന്ന് പഠിപ്പിച്ച നീതിയുടെ പാഠം നാം എവിടുന്നാണ് കേട്ടത്? നാം എവിടുന്നാണ് ശ്രവിച്ചത്? അവിടുത്തെ അനുധാവനം ചെയ്ത സഹാബിയങ്ങളുടെ ചരിത്രം, എത്രയോ ചരിത്രങ്ങളുണ്ട്. പറഞ്ഞാലും എഴുതിയാലും പാടിയാലും തീരാത്ത ഒരുപാട് ചരിത്രങ്ങൾ. ആ പ്രവാചക ചര്യ ഇന്ന് നാം മുറുകെ പിടിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ആ പ്രവാചകനെ പഠിക്കൽ നമ്മുടെ ധർമ്മമാണ്. ആ പ്രവാചകനെ കുറിച്ച് പറയൽ നമ്മുടെ ധർമ്മമാണ്. എഴുതൽ നമ്മുടെ ധർമ്മമാണ്. ലോകത്തിന്റെ മുന്നിൽ ആരായിരുന്നു പ്രവാചകൻ എന്ന് പറഞ്ഞു കൊടുക്കലും ഒരു ധർമ്മമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു. അതിൽ 23 വയസ്സുകൊണ്ട് ഈ ലോകത്ത് കാണിച്ചു വെക്കാത്ത മാതൃകയില്ല, പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങളില്ല. ഈ ലോകത്ത് ഒരു സമ്പൂർണമായി ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവൻ രാവിലെ പ്രഭാതമായാൽ പ്രദോഷം വരെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവന്റെ സഞ്ചാരങ്ങൾ എങ്ങനെയായിരിക്കണം, അവന്റെ നടത്തം, അവന്റെ ഇരുത്തം, അവന്റെ പ്രഭാത കർമ്മങ്ങൾ വരെ എങ്ങനെയായിരിക്കണമെന്ന് ഒരു സംശയത്തിനും ഇടകൂടാതെ ഈ ലോകത്തിന് മുന്നിൽ വരച്ച് കാണിച്ചു കൊടുത്ത നേതാവ്. എങ്ങനെയായിരിക്കണം ഒരു നേതാവ്, എങ്ങനെയായിരിക്കണം ഒരു രാജാവ്, എങ്ങനെയായിരിക്കണം ഒരു അനുയായി എന്ന് ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ദിവസങ്ങളോളം പട്ടിണി കിടന്നുകൊണ്ട് കഴിക്കാൻ ആഹാരമില്ലാതെ തൻ്റെ വയറ്റിൽ കല്ല് കെട്ടിവെച്ചുകൊണ്ട് ജീവിച്ച പ്രവാചകൻ, കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. അവിടുന്ന് ഒരു ചെറിയ സംഭവം മാത്രം ഞാൻ പറയാം. തായിഫിന്റെ മലനിരകളിൽ വെച്ചുകൊണ്ട് ശത്രുക്കളായ ആളുകൾ വന്നിട്ട് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ അക്രമം അഴിച്ചു വിട്ടപ്പോൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്നുകൊണ്ട് ചുടുനിണം ഒഴുകുന്ന ഒരു സന്ദർഭത്തിൽ പ്രധാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു മലായിക്കത്ത് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, തങ്ങളെ ഞാൻ ഇവിടെ നിന്ന് രക്ഷിക്കട്ടെ. ആ കാണുന്ന പർവ്വത നിരകൾ അവരുടെ മേലേക്ക് ഞാൻ വർഷിച്ചുകൊണ്ട് അവരെ കൊന്നുകളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ കാരുണ്യത്തിന്റെ പ്രവാചകൻ വേദന സഹിച്ചുകൊണ്ട് ചുവപ്പ് കലർന്ന വെള്ള മുഖം വിവർണമായിരിക്കുന്ന സന്ദർഭത്തിലും ചിരിച്ചുകൊണ്ട് വേദന കടിച്ചമർത്തിക്കൊണ്ട് പറയുന്ന, ജിബ്രീലേ, ഈ ഒരു സമൂഹത്തിൽ നിന്ന് ഒരാളെ കൊല്ലുന്നതിനേക്കാൾ എനിക്ക് പ്രിയം നാളെ ഒരു സമയത്ത് എൻ്റെ ഒരു ആദർശത്തിലേക്ക്, ഇസ്ലാമിന്റെ സത്യസ്ഥായിലേക്ക് ഒരാളെങ്കിലും കടന്നു വന്നാൽ അതാണ് എനിക്ക് ഏറ്റവും പ്രിയം എന്ന് പഠിപ്പിച്ച മാനവികതയുടെ ഏറ്റവും വലിയ മൂല്യം നൽകുന്ന നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ നാം വഴിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വഴിയിലൊരു മുള്ള് കടന്നാൽ ആ മുള്ള് മാറ്റിക്കൊടുക്കൽ അനിവാര്യതയാണെന്ന് തോന്നുന്ന ഘട്ടത്തിൽ ആ മുള്ള് മാറ്റിയിട്ടേ പോകാവൂ എന്ന് പഠിപ്പിച്ച നേതാവ്, മാനവികത ഉയർത്തിപ്പിടിച്ച നേതാവ്. ലക്കും ദീനുക്കും വലിയ ദീൻ. മറ്റുള്ള യുദ്ധത്തിന് പോകുന്ന സന്ദർഭങ്ങളിൽ പോലും മറ്റുള്ളവരുടെ ആരാധനാ വസ്തുക്കളിൽ, മറ്റുള്ളവരുടേതായിട്ടുള്ള ആരാധനയുടെ സാധനങ്ങളിൽ, വസ്തുക്കളിൽ നിങ്ങൾ കൈവെക്കാൻ പാടില്ല. കുട്ടികളെ ഉപദ്രവിക്കാൻ പാടില്ല, സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല. ഏത് മതത്തിനാണെന്നോ അന്യജാതിയിലാണോ അങ്ങനെയൊന്നുമല്ല പ്രവാചകൻ പറഞ്ഞത്. പിന്നെയോ മനുഷ്യൻ എന്ന ഗണത്തിൽപ്പെടുന്ന ആരെയും ആ രൂപത്തിലൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മാനവികത ഉയർത്തിപ്പിടിച്ച നേതാവ്. ആ നേതാവിനെ പറയലാണ് ധർമ്മം, പഠിക്കലാണ് ധർമ്മം. എഴുതിയും പറഞ്ഞും പാടിയും തീർത്താലും തീരാത്ത 1500 വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ജനമനസ്സുകളിൽ കോടാനുകോടി മുസൽമാന്റെ ഹൃത്തടങ്ങളിൽ എത്രയോ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇന്നും വെളിച്ചമായി വസിക്കുന്ന, മദീനത്തെ സൂനമായി
വിലസുന്ന ജന്നത്തുൽ മക്കിയന്റെ ഓരം ചേർന്ന് മദീന മണിയറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവേ, അസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രകാശം പരക്കട്ടെ, സമാധാനം വിടരട്ടെ. പ്രവാചക ചര്യ ലോകമെമ്പാടും ജനങ്ങൾ ഏറ്റെടുത്തതുപോലെ മറ്റുള്ളവരുടെ മനസ്സിടങ്ങളിലേക്ക് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വിത്ത് പാകിയവരിലേക്ക് സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, അല്ലെങ്കിൽ പ്രവാചക പ്രഭ കൊണ്ട് അതെല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിടാം.